താങ്ക് ഗോഡ്. സ്തോത്രം. അറിയുമല്ലോ, രതീഷാണേ. ബന്ധനമഴിയും കെട്ടുകളഴിയും ആരാധനയിങ്കൽ. പേടിക്കണ്ട, ഞാൻ പാടി നിങ്ങൾ ഉപദ്രവിക്കത്തില്ല. നാം ആരാധിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ ബന്ധനം അഴിയണം, കെട്ടുകൾ പൊട്ടണം. അല്ല, പൊട്ടിക്കണം, അഴിക്കണം. ആര്? ദൈവം. അതിനല്ലേ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. നമ്മുടെ ആവശ്യം അതാണ്. കാരണം നമുക്ക് മുമ്പിൽ നാം ആഗ്രഹിക്കുകയും പ്രതീക്ഷിക്കുകയും സ്വപ്നം കാണുകയും ചെയ്യുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. അതേ നമ്മുടെ ലക്ഷ്യങ്ങൾ. അവിടേക്ക് എത്തിച്ചേരുവാൻ ഇന്നായിരിക്കുന്ന ഈ കെട്ടപ്പെട്ട അവസ്ഥ മാറണം. അപ്പോൾ കെട്ടുകൾ അഴിയുവാൻ വേണ്ടി നാം ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മോട് പറയുന്നു, ചില കെട്ടുകളെ നിങ്ങൾ അഴിച്ച് ആ കയറുകളെ എറിഞ്ഞു കളവീൻ. അപ്പോൾ അതേക്കുറിച്ചാണ് ഇന്ന് പകലിൽ ദൈവകൃപയിൽ ആശ്രയിച്ച് അല്പമായി നാം ധ്യാനിക്കുവാനായി പോകുന്നത്. വളരെ പ്രാർത്ഥനയോടെ, വളരെ പ്രതീക്ഷയോടെ വചന സന്ദേശത്തിനൊപ്പമായിരുന്നാട്ടെ നാം അങ്ങോട്ട് പറയുന്ന കാര്യം ദൈവം ഇങ്ങോട്ട് പറയുമ്പോൾ എന്താ? കെട്ടഴിക്കുവാൻ. ഇന്ന് എന്നെ കേൾക്കുന്ന ചിലരുടെ ജീവിതത്തിൽ ചില കെട്ടുകൾ അഴിയും. അല്ല, നമ്മൾ അഴിക്കും. ചില കെട്ടുകളെ അഴിക്കും, കയറുകളെ എറിഞ്ഞുകളയും. ദൈവപ്രവൃത്തിയുടെ ശക്തി ആവോളം അനുഭവിക്കും. യേശുവിൻ നാമത്തിൽ ശക്തമായ ദൈവപ്രവൃത്തി കെട്ടഴിഞ്ഞ് ചിലർ അനുഭവിക്കുവാൻ പോവുക. അതിനായി തന്നെ പ്രാർത്ഥിച്ചൊപ്പം വന്നാട്ടെ. സങ്കീർത്തനം 2:3 വാക്യം അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു, നാം അവരുടെ കെട്ടുകളെ പൊട്ടിച്ച് അവരുടെ കയറുകളെ എറിഞ്ഞു കളയുക. ഈ ഒരു സങ്കീർത്തനം, ഇതിനെ പലപ്പോഴും നമ്മളൊരു മഷിക സങ്കീർത്തനമായാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിലും ഇതിൻ്റെ ഒരു കോൺസെപ്റ്റ് ദൈവജനത്തിൻ്റെ മിസ്രയീമ്യ വാസവും അവിടെ നിന്നുള്ള പുറപ്പാടുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ സങ്കീർത്തനം രചിക്കപ്പെട്ടിരിക്കുന്നത്. നിങ്ങൾ വളരെ ശ്രദ്ധയോടെ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. സമയം കളയേണ്ട, അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. നമ്മുടെ വിഷയവും അതല്ല. അപ്പോൾ ഈ ദൈവത്തിൻ്റെ ജനത്തെ മിസ്രയീമിൽ എങ്ങനെയാണ് ഫറവോൻ അടിമത്വത്തിൽ ആക്കിയിരുന്നത്, അഥവാ അങ്ങനെ അടിമകളാക്കി ബന്ധിച്ചിരുന്നത്? 1-2 ദിവസമല്ല, 430 നീണ്ട സംവത്സരം അവരുടെ ഇഷ്ടത്തിനൊത്തവണ്ണമല്ല, ഫറവോന്റെ ഇഷ്ടത്തിനൊത്തവണ്ണം അവരെ എങ്ങനെ ഫറവോൻ അവിടെ ബന്ധിതരാക്കി നിർത്തിയിരിക്കുവാൻ കഴിഞ്ഞു. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവത്തെക്കാൾ, ആരുടെ? ഇസ്രായേലരുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയേക്കാൾ ശക്തി നിറഞ്ഞവരാണ് ഫറവോന്റെ ദൈവങ്ങളെന്ന മിഥ്യാബോധം. ശ്രദ്ധിക്കണമേ, മിഥ്യാബോധം ദൈവജനത്തിൻ്റെ ഉള്ളിൽ ഫറവോനും ഫറവോന്റെ മന്ത്രവാദികളും ആക്കി വെച്ചു. അപ്പോൾ ദൈവത്തിൻ്റെ ജനം കരുതിയതും മനസ്സിലാക്കിയതും ഇങ്ങനെയാണ്, ഞങ്ങൾക്കൊരു ദൈവമുണ്ട്, യഹോവയായ ദൈവം, അവൻ പിതാക്കന്മാരുടെ ദൈവമാണ്. പക്ഷേ ഞങ്ങൾ ഇന്ന് അടിമത്വത്തിലായിരിക്കുന്ന ഫറവോന്റെ ദൈവങ്ങളെക്കാൾ ഞങ്ങളുടെ ദൈവത്തിന് ശക്തിയില്ല, അല്ലെങ്കിൽ ഞങ്ങളുടെ ദൈവത്തെക്കാൾ ശക്തിയേറിയ ദൈവങ്ങളാണ് ഫറവോനുള്ളത്. അതുകൊണ്ട് ഒരിക്കലും ഞങ്ങളെ ഇവിടെ നിന്ന് രക്ഷിക്കുവാൻ ഞങ്ങളുടെ ദൈവത്തിന് കഴിയത്തില്ല. അപ്പോൾ ഈ ചിന്തയിലാണ് 430 നീണ്ട വർഷങ്ങൾ അവർ അടിമത്വത്തിൽ കഷ്ടത സഹിച്ച്, വേദന സഹിച്ച്, തങ്ങളുടെ അധ്വാന ഫലം കവർന്നെടുക്കപ്പെടുന്നത് കണ്ടിട്ടും പ്രതികരിക്കുവാൻ കഴിയാതെ, തങ്ങളുടെ കുഞ്ഞുങ്ങൾ പോലും കൊല്ലപ്പെടുന്നത് കണ്ടിട്ടും എതിർത്ത് നിൽക്കുവാൻ കഴിയാതെ, അവരുടെ ജീവന് വേണ്ടി പോരാടുവാൻ കഴിയാതെ അവർ അതിനകത്ത് കഴിഞ്ഞുകൂടിയത്. അപ്പോൾ കെട്ട് അഴിച്ചു കളയണമെന്ന് ദൈവം പറയുന്ന കെട്ട് ഇതാണ്. ഈ കെട്ടാണ് ഇന്നും എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരുടെയും ജീവിതങ്ങളിൽ ശത്രു കെട്ടിയിരിക്കുന്നത്. ആ മിഥ്യാബോധം എങ്ങനെയെന്നോ മനസ്സിലാക്കി തരാം. നോക്കിയേ, നമ്മുടെ ദൈവം ആരാണ്? വിശുദ്ധ വേദപുസ്തകം പറയുന്നു, അവൻ സർവശക്തനായ ദൈവം. ഒരിക്കൽ കൂടെ, അവൻ സർവശക്തനായ ദൈവം. ആ ദൈവം ഒരിക്കൽ ഇങ്ങനെ തൻ്റെ ഭക്തന്മാരോട് ചോദിക്കുന്നു, എനിക്ക് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? ആമേൻ. അപ്പോൾ ദൈവത്തിൻ്റെ സർവശക്തി ദൈവം തന്നെ വെളിപ്പെടുത്തുകയാണ്, എനിക്ക് കഴിയാത്ത ഒരു കാര്യവുമില്ല. ആ ദൈവത്തിന് എന്തൊക്കെ കഴിയുമെന്ന് ആ ദൈവം തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി പ്രവർത്തിച്ച വിധങ്ങളിലൂടെ വിശുദ്ധ വേദപുസ്തകത്തിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ അവിധത്തിലാണ് ദൈവത്തിൻ്റെ പേരുകൾ പോലും. യഹോവ റാഫ, യഹോവ സൗഖ്യമാക്കുന്നവൻ. ഞാൻ വിശ്വസിക്കുന്നു, എന്നെ കേൾക്കുന്ന നിങ്ങൾ വിശ്വസിക്കുന്നുവോ? എന്നാൽ ഇത് വിശ്വസിക്കാത്ത ഒരു വലിയ കൂട്ടം, ഒരു വലിയ സമൂഹം വിശ്വാസികൾ എന്ന പേരിൽ, ദൈവത്തെ ആരാധിക്കുന്നവരെന്ന പേരിൽ നമുക്ക് ചുറ്റും ഉണ്ട്. അപ്പോ അവരോട് ദൈവം സൗഖ്യമാക്കുന്നവനെന്ന് പറഞ്ഞാൽ അവരെന്ത് പറയും? ദൈവം
അങ്ങനെ ഈ ലോകത്തിൽ നിന്റെ രോഗം മാറ്റിത്തരുന്നവനല്ല. ശ്രദ്ധിച്ചിട്ടില്ലേ? ചുറ്റും നോക്ക്. എന്നെ നിങ്ങൾ കേൾക്കുന്ന, കാണുന്ന ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ തന്നെ നിങ്ങൾ ഏറ്റവും അധികം കേൾക്കുന്ന ശബ്ദങ്ങളാണ് ദൈവം സൗഖ്യമാക്കും. മരുന്നിനും വൈദ്യനും ചെയ്യുവാൻ കഴിയാത്തത് എൻ്റെ ദൈവം ചെയ്യും. ഡോക്ടർമാർ ഇനി മരുന്ന് കൊണ്ട് പ്രയോജനമില്ല, ഇനി ട്രീറ്റ്മെന്റ് കൊണ്ട് പ്രയോജനമില്ല എന്ന് പറഞ്ഞ് കൈ ഒഴിഞ്ഞവരെ പോലും കൈ പിടിച്ച് വിടുവിക്കുന്നവനാണ് എൻ്റെ ദൈവം യഹോവ റാഫ. അവൻ സൗഖ്യമാക്കുന്നവൻ. അന്ന് മാത്രമല്ല ഇന്നും. ഓ താങ്ക് ഗോഡ്. എത്ര പേർക്ക് വിശ്വസിക്കുവാൻ കഴിയുന്നുണ്ട്? ആമേൻ. ആ ചിന്തകളൊക്കെ മാറ്റിവെച്ചിട്ട് ഈ വേദപുസ്തകം പറയുന്ന ആ ദൈവത്തിന് എന്നെ സൗഖ്യമാക്കുവാൻ കഴിയും. കാരണം വചനം പറയുന്നു, അവൻ മുടന്തന്മാരെ മുടന്തി നടത്തിപ്പിച്ചു എന്നല്ല, മാൻപേട കാലുകളുള്ളവരാക്കി അവരെ മാറ്റി മുണ്ടി നടന്നവരെ, മുടന്തി നടന്നവരെ, അതേ പലവിധമാകുന്ന രോഗങ്ങൾ ബാധിച്ച് നടന്ന് മുന്നേറുവാൻ കഴിയാതെ, ആഗ്രഹിക്കുന്നതൊന്നും നേടിയെടുക്കുവാൻ കഴിയാത്ത വിധത്തിൽ മുടന്തന്മാരായി പോയ ചിലർ, ലോകത്തിന്റെ വേഗത്തിനൊപ്പം നടന്ന് നീങ്ങുവാൻ കഴിയാതെ മന്ദമായി നടക്കുന്ന ചിലർ, ചാടി തുള്ളി കുതിച്ചു പായുവാൻ പോകുക യേശുവിൻ നാമത്തിൽ. ആ വിധത്തിൽ ഓ താങ്ക് യു ലോർഡ്, അസ്ഥികളുടെ മേൽ ജീവൻ വ്യാപരിക്കുക. യെസ്, വിശ്വസിക്കുന്നെങ്കിൽ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. ഇത് നിന്റെ വിടുതലിന്റെ പകൽക്കാലമാണ്. ആമേൻ. കുരുടന്മാർക്ക് യേശു സാക്ഷാൽ ദൈവം കാഴ്ച നൽകി. ആ ദൈവം മരിച്ചു. ബൈബിൾ അത് വ്യക്തമായി പറയുന്നു. 2000 വർഷങ്ങൾക്ക് മുമ്പ് അവൻ മരിച്ചു. പലരും വിശ്വസിക്കുന്നത് ഇന്നും അവൻ മരിച്ച മരിപ്പിൽ അവിടെ തന്നെ നമ്മുടെ അപ്പനപ്പൂപ്പന്മാർ കിടക്കുന്നത് പോലെ കിടക്കുന്നു എന്ന്. എന്നാൽ അങ്ങനെയല്ല. അതിനിപ്പുറം അവൻ ഉയർത്തു. ആമേൻ. 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയിൽ കടന്നു വന്ന് തനിക്ക് മുമ്പിൽ കടന്നു വന്ന കുരുടന്മാരെ കാഴ്ച നൽകി സൗഖ്യമാക്കിയ യേശു ഇന്നും ജീവിക്കുന്നു. അതെ, നിന്റെ കുരുട്ട് കണ്ണുകളെ തുറക്കുവാൻ എൻ്റെ യേശു മതിയായവൻ. സൗഖ്യമാകാ. ആമേൻ. ഇന്നും യേശു ജീവിക്കുന്നു. ഇന്നും വിശ്വസിക്കുന്നവന്റെ കുരുട്ട് കണ്ണുകൾ തുറക്കും. ആമേൻ. അത് കാഴ്ചയില്ലാത്ത കണ്ണാണെങ്കിലും ഉൾക്കാഴ്ചയില്ലാത്ത ഹൃദയങ്ങളാണെങ്കിലും. ആമേൻ. ആ രക്തസ്രവക്കാരി അവനെ തൊട്ടു സൗഖ്യമായി. ഇപ്പോൾ വിശ്വസിച്ചു തൊടുന്നവർ, അതെ എവിടെയെന്നോ നിനക്കൊപ്പമുള്ള യേശുവിനെ 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നതിന് മധ്യത്തിൽ ഞാനുണ്ടെന്ന് വാഗ്ദത്തം ചെയ്ത കർത്താവ്, ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടെന്ന് ഉറപ്പ് തന്നവൻ, സഹോദര സഹോദരി, അവൻ നിന്റെ അടുക്കലുണ്ട്. തൊട്, നീ സൗഖ്യമാകുവാൻ പോകുക യേശുവിൻ നാമത്തിൽ. യേശുവിനെ തൊട്ട് വിശ്വസിക്കുന്ന ചിലർ ഇപ്പോൾ സൗഖ്യമാകുക. ഓ താങ്ക് ഗോഡ്. നീണ്ട വർഷങ്ങളിലെ ട്രീറ്റ്മെന്റിന് ഇന്ന് ആർത്തി ഉണ്ടാകുക. കാരണം എൻ്റെ യേശു അവൻ ഇന്നും ജീവിക്കുന്നു. വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നു, അവൻ സൗഖ്യദായകനാണ്. അവൻ സൗഖ്യമാക്കുന്ന യഹോവയാണ്. കിടന്നുപോയവൻ കർത്താവ് തൊട്ടപ്പോൾ എഴുന്നേറ്റ് നടക്കുക. രോഗക്കിടക്കകളിൽ നിന്ന് ചിലർ ഈ പകലിൽ എഴുന്നേൽക്കുകയാണ്. ആമേൻ. യഹോവ റാഫ. അപ്പോ അതിൽ വിശ്വസിക്കുവാൻ ഒരു വലിയ കൂട്ടത്തിന് കഴിയുന്നില്ല. കേട്ട്, യഹോവ ഈരേ, അവൻ കരുതിക്കൊള്ളും. അബ്രഹാമിന് വേണ്ടി മകന്റെ തലയിൽ ചുമടും വച്ച് മോറിയ മല കയറുകയാ. ആ വൃദ്ധ പിതാവ് 25 നീണ്ട വർഷങ്ങൾ കാത്തിരുന്നു. 75 വർഷത്തിൽ ബോധമുദിച്ച സമയം മുഴുവനും ചുവന്ന് നടന്ന നിന്ദയ്ക്കും വേദനയ്ക്കും അപമാനത്തിനും പരിഹാരം വരുവാൻ വേണ്ടി 99-ാമത്തെ വർഷം മേമ്രയുടെ തോപ്പിൽ അവൻ വിശ്വസിച്ച് പ്രാർത്ഥിച്ച് കാത്തിരുന്ന ദൈവം അവന് വേണ്ടി ഇറങ്ങി വന്നു, പ്രവർത്തിച്ചു. ആമേൻ. ചില കണ്ണുകൾ നിറയുന്നുണ്ട്. നീണ്ട നാളുകളിലെ കാത്തിരിപ്പ്, നിന്ന അപമാനം. അതേ, നീ വിശ്വസിക്കുന്നത് സർവശക്തനായ ദൈവത്തിലാണെങ്കിൽ അവൻ നിനക്ക് വേണ്ടി ഇറങ്ങി വരും. ആമേൻ. നീ തളർന്നായിരിക്കുന്ന അതേ സ്ഥാനത്ത് അങ്ങനെ അവന് വാർദ്ധക്യത്തിൽ കിട്ടിയ ആ മകനെ വളർത്തി യൗവനയുക്തനാക്കി മാറ്റി. കണ്ടു കൊതി തീർന്നില്ല. അതേ, കണ്ടു കൊതി തീർന്നില്ല. ആ മകനെ ബലി കൊടുക്കുവാൻ കൊണ്ടുപോവുക. ആ മകൻ അവന്റെ ചങ്ക് പറിച്ചെടുക്കുന്ന പ്രാണവേദനയോടെ തന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ വേണ്ടി ദൈവം ഒരു കോലാട്ടുകൊറ്റനെ അവിടെ അവന് വേണ്ടി കരുതി. സ്തോത്രം. ഇതൊരു വെറും കഥയല്ല. ഇതെന്റെ ദൈവം
വിശ്വസിക്കുന്ന എൻ്റെയും നിങ്ങളുടെയും പിതാവായ, വിശ്വാസികളുടെ പിതാവായ ആബ്രഹാമിന് വേണ്ടി ചെയ്ത അത്ഭുതമാണ്. ആ ദൈവം ഇന്നും ജീവിക്കുന്നു. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി അവൻ കരുതിയിട്ടുണ്ട്. നിങ്ങളിലുള്ള ചിലത്, വിലപിടിപ്പുള്ള ചിലത് അയ്യോ നഷ്ടപ്പെട്ടു പോകുമോ എന്ന് ചിന്തിച്ച് ഭാരത്തോടെ ആയിരിക്കുന്ന ചിലത്, നീണ്ട വർഷങ്ങളുടെ കാത്തിരിപ്പിന്റെ ഫലമായി കിട്ടിയ ചിലത് നഷ്ടപ്പെട്ടു പോകാതെ നിങ്ങൾക്ക് വേണ്ടി ഇന്നും കരുതുന്ന ദൈവം അവൻ ജീവിക്കുന്നു, അവൻ കരുതുന്നു. അതേ സഹോദര, ആ ജോലി സ്ഥലത്ത് നിനക്ക് വേണ്ടി അവൻ കരുതിയിട്ടുണ്ട്. ഓ താങ്ക് യു ലോർഡ്. നിന്റെ ഭാര്യയും മക്കളും സന്തോഷമായി സുഖകരമായി ജീവിച്ച് മുൻപോട്ട് പോകുവാൻ വേണ്ടത് എൻ്റെ കർത്താവ് കരുതിയിട്ടുണ്ട്. അവർ പട്ടിണി കിടക്കുവാൻ, നീ വെറും കൈയോടെ തിരികെ മടങ്ങുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. അതേ അവൻ കരുതിയിട്ടുണ്ട്. വിശ്വസിക്കുന്നവർ ആ കരുതൽ അനുഭവിക്കുവാൻ പോകുക. ഓ താങ്ക് ഗോഡ്. ആമേൻ. സഹോദരി, നീ സുഖമായി സന്തോഷമായി നിന്റെ ഭർത്താവിനൊപ്പം ജീവിക്കുവാൻ വേണ്ടത് എൻ്റെ ദൈവം കരുതിയിട്ടുണ്ട്. അയ്യോ നഷ്ടപ്പെട്ടു പോകത്തില്ല. കോടതി വരാതെ കയറി ഇറങ്ങുമ്പോൾ ചിന്തിച്ച് ഭാരപ്പെടുന്നുണ്ട്, അയ്യോ എൻ്റെ ഭർത്താവ് നഷ്ടപ്പെട്ടു പോകുമോ? ഇപ്പോൾ എനിക്കൊപ്പമുണ്ട്, എൻ്റെ പേരിൻ്റെ വാലായി എനിക്കൊപ്പമുണ്ട്. നഷ്ടപ്പെട്ടു പോകുമോ? ചിന്തിച്ച് ഭാരപ്പെടുന്നുവോ? കേൾക്ക്, അത് നഷ്ടപ്പെട്ടു പോകാതെ. ആമേൻ. അങ്ങോട്ട് പ്രാണവേദനയോടെ കയറിപ്പോയേ. ആ കയറിപ്പോയപ്പോൾ വേദനയ്ക്ക് കാരണമാകും വിധം നഷ്ടപ്പെട്ടു പോകുമോ എന്ന ഭയമായി കൂടെ ഉണ്ടായിരുന്ന ഈ സഹാക്കിനെയും കൊണ്ട് അതെ ചിരിച്ച് കളിച്ച് ആബ്രഹാം താഴേക്ക് ഇറങ്ങി വരിക. ഓ സ്തോത്രം. നീ തിരികെ വരും. നഷ്ടപ്പെട്ടു പോകുമോ എന്ന് നീ ഭയപ്പെടുന്ന നിന്റെ ഭർത്താവിനെയും കൊണ്ട് നിന്റെ ഭവനത്തിലേക്ക്, അതേ സഹോദര നിന്റെ ഭാര്യയും കൊണ്ട് നിന്റെ ഭവനത്തിലേക്ക് നഷ്ടപ്പെട്ടു പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. മാതാവേ, പിതാവേ, ഒത്തിരി കാത്തിരുന്ന് ഒത്തിരി അധ്വാനിച്ച് കണ്ടു കൊതിരാത്ത നിങ്ങളുടെ തലമുറകൾ നഷ്ടപ്പെട്ടു പോകുമോ എന്ന് ഭയത്തോടെ ഭാരത്തോടെ ആയിരിക്കുന്നു. അതെ, ആ മധ്യക്കുഴിയിൽ വീണ് മുങ്ങി ചാകുവാൻ എൻ്റെ ദൈവം അവരെ അനുവദിക്കത്തില്ല. കൂട്ടുകെട്ടുകളിൽ പിടിക്കപ്പെട്ട് തകർന്നു പോകുവാൻ എൻ്റെ ദൈവം അവരെ അനുവദിക്കത്തില്ല. കാരണം നീ വിളിക്കുന്ന ദൈവം, ആബ്രഹാമിന്റെ ദൈവം, ആബ്രഹാമിന് വേണ്ടി കരുതിയവൻ, അവൻ നിനക്ക് വേണ്ടി കരുതുന്നു. അതെ, ആമേൻ. താങ്ക് യു ലോർഡ്. നഷ്ടപ്പെട്ടു പോകുവാൻ എൻ്റെ കർത്താവ് അനുവദിക്കത്തില്ല. നിനക്ക് വിലയേറിയത്, നിനക്ക് വിലപിടിപ്പുള്ളത് നഷ്ടപ്പെട്ടു പോകുമോ എന്ന് ചിന്തിച്ച് നീ ഭാരത്തോടെ കൊണ്ട് നടക്കുന്നത് അയ്യോ പ്രാണന്റെ ഭാഗം പോലെ നിന്റെ ആ സ്ഥാപനം, നിന്റെ ആ ബിസിനസ്, നിന്റെ ചില നന്മകൾ, നിന്റെ വസ്തുവകകൾ, ആ ഭവനം വിറ്റ്, ഓ അതിനെന്റെ ദൈവം അനുവദിക്കത്തില്ല. അത് വിറ്റുപോകാതെ നിനക്കൊപ്പം നിന്റെ സന്തോഷമായി കൂടെ ഉണ്ടാകുവാൻ വേണ്ടത് എൻ്റെ ദൈവം കരുതിയിട്ടുണ്ട്. വിശ്വസിക്കുന്ന നീ അത് പ്രാപിക്കുവാൻ പോകുക. യെസ്, യേശുവിൻ നാമത്തിൽ വിശ്വസിച്ച് മുൻപോട്ട് പോകുന്ന നീ അത് പ്രാപിക്കുവാൻ പോകുക. യഹോവ ഈരേ. അപ്പോ ചിലർ പരിഹസിക്കും. പിന്നെ ദൈവത്തിന് അവിടെ നോട്ടടിയല്ലേ? ആമേൻ. കെട്ടപ്പെട്ടവർ അവർ പരിഹസിക്കുക ദൈവത്തിൻ്റെയും ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെയും. പിന്നെ ഇങ്ങനെ വേണമെങ്കിൽ ചോദിക്കാമായിരുന്നല്ലോ, ദൈവത്തിന് എന്താ ആട്ടുകച്ചവടമാണോ? ആട്ടിനെ കൊണ്ട് കുരുക്കിയിടാൻ. യഹോവ ഇടയനെന്ന് പറയുന്നുണ്ട്. അപ്പോ ചിലരൊക്കെ വിചാരിച്ചിരിക്കുന്നത് യഹോവ മരുഭൂമിയിൽ കൂടെ തേരാപ്പാര ആട് മേച്ചുകൊണ്ട് നടക്കുന്ന അതിലൊരാടിനെ കൊണ്ട് അബ്രഹാമിന് വേണ്ടി കുരുക്കി ഇട്ട് കൊടുത്തെന്ന്. അയ്യോ, നമുക്ക് വേണ്ടതാണ് ദൈവം കരുതുന്നത്. സത്യമായി പറയാമല്ലോ, എനിക്കൊരാവശ്യം വന്നാൽ ഞാൻ കർത്താവിനോട് പൈസയ്ക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. നിങ്ങളും അങ്ങനെ തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം വേറെ എന്തെങ്കിലും കിട്ടിയാൽ അതുകൊണ്ട് കൊടുത്താൽ കടയിൽ നിന്ന് അരി കിട്ടത്തില്ല, സാധനങ്ങളൊന്നും കിട്ടത്തില്ല. എന്തിന്? ഞാൻ എൻ്റെ മുറിക്കകത്തിരുന്ന് ചെയ്യുന്ന ഈ വീഡിയോ നിങ്ങൾ കാണുന്ന നെറ്റ് പോലും അംബാനി തരത്തില്ല, ക്യാഷ് തന്നെ വേണം. അപ്പോൾ ചോദിക്കുന്നത് കർത്താവേ ഇന്ന ആവശ്യമുണ്ട്, അത് നീ നടത്തി തരണമേ. നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ആരുടെയും പക്ഷം പിടിക്കുന്നതല്ല, ആരെയും കുറ്റം പറയുന്നതല്ല. അപ്പോൾ ഇതൊന്നും എൻ്റെ ഡ്യൂട്ടിയല്ല. ഞാനൊരു കാര്യം വിശ്വസിക്കുന്നു, എൻ്റെ ദൈവം അത്ഭുതവാനാണ്. ഭക്തന് വേണ്ടി അവൻ കരുതും. ഭക്തന്റെ ആവശ്യത്തിന് വേണ്ടത്, നിങ്ങളുടെ ആവശ്യം എന്താണോ അതിന് വേണ്ടത് ദൈവം കരുതും. ഇന്നലകളിൽ അവൻ കരുതിയിട്ടുണ്ട്, നിങ്ങളത് അനുഭവിച്ചിട്ടുണ്ട് എങ്കിൽ ഇനിയും അവൻ കരുതും. വിശ്വസിക്കുന്നവർ അത് അനുഭവിക്കുക തന്നെ ചെയ്യും. യഹോവ ഈരേ, യഹോവ റോക്ക്. അവൻ നല്ല ഇടയൻ. യഹോവ ഇടയനാണ്, മുട്ടുണ്ടാകുകയില്ല. ആമേൻ. അപ്പൊ നമ്മളൊക്കെ മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കുന്നത് കൊണ്ട് കാലിലെ മുട്ട് ചിരട്ട അതില്ലാതാവുമെന്നാ ചിലർ വിചാരിക്കുന്ന. അല്ലെന്നേ,
നിന്റെ ജീവിതത്തിൽ ഒന്നിനും മുട്ടുവരത്തില്ലെന്നാ. തീർന്നില്ല. വചനം പറയുക, നന്മയും കരുണയും നിന്റെ ആയുഷ്കാലമൊക്കെയും നിന്നെ പിന്തുടരും. നിനക്ക് മുട്ടുണ്ടാകുകയില്ല. ഇത് വിശ്വസിക്കുവാൻ എത്ര പേർക്ക് കഴിയുന്നുണ്ട്? സ്തോത്രം. നിങ്ങൾ സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കിയേ. നിങ്ങൾ ബൈബിൾ വായിക്കുന്നു, പ്രസംഗങ്ങൾ കേൾക്കുന്നു, ഇതിൽ പറയുന്നത് അതുപോലെ വിശ്വസിക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ? അതോ ചെയ്തു വന്ന ഒരു പ്രാക്ടീസിന്റെ തുടർച്ചയായി ഇതിനെ കേട്ടും പറഞ്ഞും അങ്ങനെ പോവുകയാണോ? അതുപോലെ വിശ്വസിക്കുവാൻ കഴിയുന്നുണ്ടോ? അതുപോലെ വിശ്വസിക്കുവാൻ കഴിയണം. പൂർണ്ണമായി ദൈവത്തെ വിശ്വസിക്കുവാൻ കഴിയണം. എങ്ങനെ? അവൻ സർവശക്തനാണ് എന്ന് വെച്ചാൽ അവൻ രോഗികളെ സൗഖ്യമാക്കും, അവൻ കരുതും, അവൻ നടത്തും. ആമേൻ. ഇതിലേതെങ്കിലും അവന് ചെയ്യുവാൻ കഴിയില്ല എങ്കിൽ അവന് സർവശക്തൻ എന്ന് പറയാൻ പറ്റുമോ? അപ്പോൾ ആരായി നമ്മൾ? മിസ്രയീമിലെ ദൈവജനമായി മാറി, കെട്ടപ്പെട്ടു. എൻ്റെ ദൈവത്തിന് ഈ കഴിവില്ല. രോഗിയെ സൗഖ്യമാക്കുവാനുള്ള കഴിവ് എൻ്റെ ദൈവത്തിനില്ല. എനിക്ക് വേണ്ടി കരുതുവാനുള്ള കഴിവ് എൻ്റെ ദൈവത്തിനില്ല. എന്നെ മുട്ടുണ്ടാകാതെ നടത്തുവാനുള്ള കഴിവ് എൻ്റെ ദൈവത്തിനില്ല. അടിമത്വത്തിലായിരിക്കുന്നു വിശ്വാസികളെന്ന് പേര് പറയുന്ന ഒത്തിരി പേർ തന്നെ. പണ്ടൊരു സൺഡേ സ്കൂളിൽ നടന്ന സംഭവം കൂടെ പറഞ്ഞ് മുമ്പോട്ട് പോകാം. ഒരു സൺഡേ സ്കൂൾ അധ്യാപകൻ, ചെറുപ്പക്കാരൻ, ശാസ്ത്രബോധമുള്ളവൻ, അങ്ങനെയുള്ളവരെയാണ് നമുക്ക് ആവശ്യം. അപ്പോൾ ദൈവജനത്തിൻ്റെ ചെങ്കടലിലൂടെയുള്ള അത്ഭുതകരമായ യാത്രയെക്കുറിച്ച് സൺഡേ സ്കൂൾ ക്ലാസ്സിൽ പഠിപ്പിക്കുകയാണ്. വളരെ മനോഹരമായി ആ സംഭവം വിവരിച്ചു. എന്നിട്ട് അദ്ദേഹം തൻ്റെ സയൻറ്റിഫിക് ആയിട്ടുള്ളൊരു എക്സ്പ്ലനേഷൻ കൂടെ നൽകി. അപ്പോൾ ആ കടൽ തീരത്ത്, ഞാങ്ങണക്കടൽ എന്ന് പറയുന്ന ആ ഭാഗത്ത് മുട്ടളവിന് താഴെ മാത്രമേ വെള്ളമുണ്ടായിരുന്നുള്ളൂ. ആ വെള്ളം കാറ്റടിച്ചപ്പോൾ നീങ്ങിപ്പോയി. നമ്മളിങ്ങനെ ഊതുമ്പോൾ മേശപ്പുറത്തൊക്കെ വീണ് കിടക്കുന്ന വെള്ളം നീങ്ങിപ്പോകുന്നത് പോലെ ആ വെള്ളം അങ്ങ് നീങ്ങിപ്പോയി. ദൈവത്തിൻ്റെ ജനം അതുവഴി നടന്നുപോയി. ഇത്രയേ ഉള്ളൂ. അപ്പോൾ തൻ്റെ ശാസ്ത്രബോധത്തിൽ ആത്മാഭിമാന പുളകിതനായിക്കൊണ്ട് അദ്ദേഹം ഇത് പറഞ്ഞു. അപ്പോൾ നോക്കിയപ്പോൾ സൺഡേ സ്കൂൾ പഠിച്ചുകൊണ്ടിരുന്ന ഒരു ചെക്കൻ ഉടനെ ഒരു വിളി, ഗ്ലോറി, ഹല്ലേലൂയ. അപ്പോൾ ഉണ്ടടാ അധ്യാപകനൊരു സംശയം, ഞാനങ്ങനെ ഗ്ലോറി പറയാനുള്ള കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ, ഇത് ഇത്രയേ ഉള്ളൂ എന്ന് പിള്ളേർ പറയുമെന്നാണല്ലോ വിചാരിച്ച. ഉടനെ അധ്യാപകൻ ചോദിച്ചു, എന്താടാ ഈ ഗ്ലോറി ഹല്ലേലൂയ പറയുന്നത്? അതേ സാറേ, ഈ മുട്ടളവിന് താഴെ മാത്രം വെള്ളമുള്ള സ്ഥലത്തെ ഫറവോനെയും അവൻ്റെ രഥങ്ങളെയും രഥത്തിലിരുന്ന സൈന്യത്തെയും മുക്കിക്കൊന്ന എൻ്റെ ദൈവം എത്ര വലിയവനാ. കെട്ടുള്ളവൻ്റെ ദൈവം അവനൊന്നും പറ്റത്തില്ല, പക്ഷേ കെട്ടുപൊട്ടിയവൻ്റെ ദൈവം വലിയവനാ. ആരുടെ മുമ്പിലും അവൻ്റെ ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നവനാ. സ്തോത്രം, ആമേൻ. ഇങ്ങനെയാ നമുക്ക് കണ്ടില്ലെന്ന് വയ്ക്കാം, മറച്ചു വയ്ക്കാം. എന്തിനെ? ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെയും ദൈവപ്രവൃത്തിയും. പക്ഷേ അത് സത്യമല്ലാതായി തീരുന്നില്ല. ഈ വിശുദ്ധ വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള ഓരോ അത്ഭുതങ്ങളും ഓരോ പ്രവൃത്തികളും ദൈവം ചെയ്തിട്ടുള്ളതാണ്. നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ ഇന്നും അതങ്ങനെ തന്നെ ഭക്തന്മാരുടെ ഇടയിൽ സംഭവിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. ഇതിൽ നിന്നൊരു വള്ളിയോ പുള്ളിയോ നീങ്ങിപ്പോകത്തില്ല. അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, അത് കർത്താവിൻ്റെ വരവ് വരേക്കും അനസ്യൂതം തുടരുക തന്നെ ചെയ്യും. കാരണം കർത്താവിൻ്റെ വരവും ഒരു അത്ഭുതമാണ്. ആമേൻ. ഈ അത്ഭുതം വിശ്വസിക്കാൻ പറ്റുന്നില്ല, പിന്നെയാണ് കർത്താവിൻ്റെ വരവ്. 1000 ആശ. സ്തോത്രം. അപ്പോൾ ദൈവത്തെ എങ്ങനെയാണ് വിശ്വസിക്കേണ്ടത്? അവൻ സർവശക്തനാണ്, അവന് കഴിയാത്തൊരു കാര്യവുമില്ല. മനുഷ്യനാൽ അസാധ്യം, ദൈവത്താൽ സാധ്യം. എനിക്ക് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ എന്ന് ചോദിച്ചവൻ, അവൻ സാക്ഷാൽ ദൈവം. അവൻ ഇന്നും ജീവിക്കുന്നു. അവന് കഴിയാത്ത ഒരു കാര്യവുമില്ല. അപ്പോ അവന് കഴിയാത്ത കാര്യം ഉണ്ടെന്ന് ചിന്തിച്ച ദൈവത്തിന്റെ ജനം കെട്ടപ്പെട്ടു. ഒരിക്കൽ അങ്ങനെയല്ല. നിങ്ങളുടെ പിതാക്കന്മാർക്കൊരു ദൈവമുണ്ട്. അബ്രഹാമിനെ വിളിച്ചിറക്കി 99-ാമത്തെ വയസ്സിൽ 90 കഴിഞ്ഞ സാറായിലൂടെ ഒരു തലമുറയെ നൽകി. ഒരു ജാതിയാക്കി വളർത്തുവാൻ തക്കവണ്ണം നിങ്ങളെ ഫറവോന്റെ ലയത്തിലേക്ക് കയറ്റിവിട്ട നിങ്ങൾക്കൊരു ദൈവമുണ്ട്. മോശയിലൂടെ അവരത് കേട്ടു. ഈ സമയം എന്നിലൂടെ നിങ്ങൾ കേൾക്കുന്നത് പോലെ. ആമേൻ. അഭിഷേകം അങ്ങനെയാ. ദൈവത്തെക്കുറിച്ച് വിളിച്ച് പറയിപ്പിച്ചുകൊണ്ടേയിരിക്കും, മടി കൂടാതെ. അവന്റെ അത്ഭുതങ്ങൾ, അവൻ അത്ഭുതവാൻ, അവൻ അതിശയവാൻ.
കാരണം അഭിഷേകമുള്ളവൻ ജീവിക്കുന്നത് ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തിയിലാണ്, അല്ലാതെ ബുദ്ധിയിലല്ല. ആ സൺഡേ സ്കൂൾ സാറിൻ്റെ ബുദ്ധിയിലല്ല, ആമേൻ, സാറന്മാരുടെ ബുദ്ധിയിലല്ല, സോഷ്യൽ മീഡിയ കിങ്ങുകളുടെ ബുദ്ധിയിലല്ല. ആമേൻ. ഭക്തൻ ജീവിക്കുന്നത്, അഭിഷേകമുള്ളവൻ ജീവിക്കുന്നത് വിശ്വാസത്താലാണ്. ആ വിശ്വാസ കണ്ണുകൊണ്ട് എനിക്ക് മുമ്പിലിരിക്കുന്ന ചിലർ ആ അത്ഭുതം അനുഭവിക്കുന്നത് ഞാൻ കാണുകയാണ്. ഓ സ്തോത്രം! വിശ്വസിക്കുന്നവർ സ്തോത്രം പറഞ്ഞ് ഏറ്റെടുത്തോ. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഇന്ന് പ്രവർത്തിക്കുവാൻ പോവുക. ആമേൻ. താങ്ക് ഗോഡ്. നിങ്ങളുടെ വിഷയം എന്താണെന്ന് എനിക്കറിയത്തില്ല, എന്നാൽ ഒന്നറിയാം, നിങ്ങളുടെ വിഷയം എന്തായാലും അതിന് പരിഹാരം വരുത്തുവാൻ എൻ്റെ ദൈവത്തിന് കഴിയുമെന്നറിയാം. ആ ദൈവം ഇന്നും ജീവിക്കുന്നു. വിശ്വസിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി അവൻ ഇന്നും പ്രവർത്തിക്കുന്നു. അതെ, അവൻ ഇപ്പോഴും പ്രവർത്തിക്കുന്നു. അപ്പോൾ ആ വാക്ക് കേട്ടപ്പോ ഇന്ന് ചിലർക്കുണ്ടാകുന്നത് പോലെ ഒരു മാനസാന്തരം ദൈവത്തിന്റെ ജനത്തിനുണ്ടായി. ദൈവത്തിന്റെ ജനം അവിടെ നിന്ന് പുറത്തു വന്നു. ശ്രദ്ധിച്ചോണേ, ദൈവത്തിന്റെ ജനം ആ കെട്ട് പൊട്ടിച്ച് കയറിനെ എറിഞ്ഞു കളഞ്ഞു. ഫറവോൻ കെട്ടിയിരുന്ന കെട്ട് പൊട്ടിച്ചെറിഞ്ഞ് ഇനി ആ കെട്ട് വേണ്ട. ഏതാ? ഞങ്ങളുടെ ദൈവം ഇവരുടെ ദൈവത്തെക്കാൾ ചെറിയവനാണ് എന്നുള്ള ധാരണ. എൻ്റെ ദൈവത്തിന്, ഞങ്ങളുടെ ദൈവത്തിന് ഇവരുടെ ദൈവത്തെക്കാൾ ശക്തിയില്ല, ചിലതൊന്നും ചെയ്യുവാൻ കഴിയത്തില്ല എന്നുള്ള കെട്ടിനെ പൊട്ടിച്ച് അവർ പുറത്തു വരിക. പുറത്തു വരുമ്പോൾ എന്താ സംഭവിക്കുന്നേ? പുറത്തു വരുമ്പോൾ സർവശക്തനായ ദൈവത്തിന്റെ ശക്തിയുടെ പ്രദർശനം നടക്കുക. ഓ സ്തോത്രം! അതുവരെ ഇവർ ഈ പ്രദർശനത്തെക്കുറിച്ച്, ദൈവത്തിൻ്റെ ശക്തിയുടെ പ്രദർശനത്തെക്കുറിച്ച് ഇന്ന് എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരും കേട്ടിട്ടുള്ളതുപോലെ, സോഷ്യൽ മീഡിയയിലിരുന്ന് പരിഹസിക്കുന്ന പലരും കേട്ടിട്ടുള്ളതുപോലെ കേട്ടിട്ടുണ്ട്. അവർ കേട്ടിട്ട് മാത്രമേ ഉള്ളൂ, അതുകൊണ്ടാണ് പരിഹസിക്കുന്നത്. കേട്ടിട്ട് മാത്രമേ ഉള്ളൂ, കേട്ടിട്ട് മാത്രമേ ഉള്ളൂ. എന്താണ് അവർ കേട്ടുകൊണ്ടിരുന്നത്? അതാ കല്ലുമഴ പെയ്യുന്നു. അയ്യോ, ഫറവോന്റെ കൃഷിയിടത്തിലും കൊട്ടാരത്തിലും കല്ലുമഴ പെയ്യുന്നു. അയ്യോ, ഫറവോൻ കുടിക്കാൻ കോരുന്ന വെള്ളം രക്തമായി മാറുന്നു. തോണ്ടടാ, തവളകൾ ഫറവോന്റെ കൊട്ടാരത്തെ ആക്രമിക്കുവാൻ പോകുന്നു. അയ്യോ, പേന് പെരുകുന്നു. നായീച്ച, സംഹാരകൻ കൊട്ടാരം മുതൽ കുടിൽ വരെ ആദ്യജാതന്മാരെ സംഹരിക്കുന്നു. കേട്ടിട്ടുണ്ട്. എന്ത് കാര്യം? ചുമ്മാതിരുന്ന് കേട്ടിട്ട് എന്താ കാര്യം? പക്ഷെ കെട്ട് പൊട്ടിച്ച് പുറത്തു വന്നപ്പോൾ നോക്കിയേ, ആ ശക്തിയുടെ പ്രദർശനം അവർ അനുഭവിക്കുക. കൺമുമ്പിൽ ചെങ്കടൽ പിളരുക. ഓ സ്തോത്രം! ചിരി വരും പലർക്കും. മറ്റേ സൺഡേ സ്കൂൾ അധ്യാപകനെ പോലെ പരിഹസിക്കും, വേണമെങ്കിൽ കേസ് കൊടുക്കും. എന്നാൽ വിശ്വസിക്കുന്നവർ ക്ലൈം ചെയ്ത് പ്രാർത്ഥിക്കുക. ഇന്ന് എനിക്ക് മുമ്പിൽ തടസ്സമായി നിൽക്കുന്ന, എനിക്ക് മുൻപോട്ട് പോകുവാൻ വഴി തരാതെ വഴി മുടക്കി നിൽക്കുന്ന ആ ചെങ്കടൽ പിളരും. വിശ്വാസത്തോടെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. സർവശക്തന്റെ ശക്തിയാൽ നിനക്ക് മുമ്പിൽ തടസ്സമായി നിൽക്കുന്ന ചെങ്കടൽ പിളരുക. ഓ സ്തോത്രം! ദൈവശക്തി വിടുതലായി നീ അനുഭവിക്കുവാൻ പോകുക. വഴിമുടക്കി നിൽക്കുന്ന ശത്രുവിനെ തകർത്ത്, ശത്രുവിനെ പിളർത്തി എൻ്റെ ദൈവം നിനക്ക് വഴിയൊരുക്കുക യേശുവിൻ നാമത്തിൽ. ആമേൻ. ഓ സ്തോത്രം! നീ കേട്ടതൊന്നുമല്ല, നീ അനുഭവിക്കുവാൻ പോകുന്നത്. കെട്ടഴിച്ചു പുറത്തു വന്ന ദൈവജനമേ, ആ വിശ്വാസത്തെ വിട്ടുകളഞ്ഞ് ദൈവത്തിന്റെ ശക്തിയിൽ പൂർണ്ണമായി വിശ്വസിച്ച് മുൻപോട്ട് വരുന്ന ദൈവജനമേ, തടസ്സമായി നിൽക്കുന്നത് ഓ പിളർന്ന് മാറുവാൻ പോകുക. ഓ താങ്ക് യു ലോർഡ്. ആമേൻ. ചെങ്കടൽ പിളരും. ആമേൻ. ആ രോഗത്തിന്റെ ചെങ്കടൽ പിളരും, കടത്തിന്റെ ചെങ്കടൽ പിളരും. അതിനകത്ത് നീ മുങ്ങിപ്പോകാതെ നീ കര പറ്റും യേശുവിൻ നാമത്തിൽ. ആമേൻ. കെട്ട് പൊട്ടിച്ചവർ ദൈവശക്തിയുടെ പ്രദർശനം അനുഭവിക്കും. ആമേൻ. ആ രോഗമുള്ള ഭാഗങ്ങളിൽ ഇപ്പോൾ ദൈവശക്തിയുടെ പ്രദർശനം, സൗഖ്യം വ്യാപരിക്കുക. ആമേൻ. ഓ താങ്ക് ഗോഡ്. മന്ന പൊഴിയുക. ചുമ്മാതാണ് ഇതൊക്കെ. ബാലരമ കഥ പോലെ മായാവി, ഡിങ്കൻ, കുട്ടൂസൻ. അയ്യോ, പറഞ്ഞ് ചിരിക്കുക പരിഹാസികളുടെ കൂട്ടം. മന്ന എന്ന് എങ്ങനെ ഇവർക്ക് വിശ്വസിക്കാൻ കഴിയുന്നേ? ഇവരുടെ വീട്ടിൽ ദൈവം മന്ന പൊഴിച്ചു കൊടുത്തോ? അതേ ഇവരന്ന് ഉണ്ടായിരുന്നോ? വിശ്വസിക്കുമോ അപ്പോഴിവർ? വെറുതെ പറഞ്ഞ് പറ്റിക്കുക. അവർ വിശ്വസിക്കുന്നില്ല, അവർ അവിശ്വാസികളാ. അവർ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല, ദൈവത്തിന്റെ അത്ഭുത പ്രവർത്തികൾ വിശ്വസിക്കുന്നില്ല. നിങ്ങളെയും അവർ വിശ്വസിക്കുവാൻ അനുവദിക്കത്തില്ല. ആ കെട്ട് പൊട്ടുമെങ്കിൽ മരുഭൂമിയിൽ മന്ന പൊഴിച്ചവൻ അവൻ ഇന്നും ജീവിക്കുന്നു. അവന്റെ ശക്തിയാൽ നീ ആയിരിക്കുന്ന ആ മരുഭൂമിയുടെ അവസ്ഥ മാറുവാൻ പോകുക. ആ ദാരിദ്ര്യം എന്ന മരുഭൂമി മാറുവാൻ പോകുക. അതെ, ആ മുറിക്കകത്ത് ആ ഇല്ലായ്മ അനുഭവിച്ച് തളർന്നായിരിക്കുന്ന, കരഞ്ഞു തളർന്നായിരിക്കുന്ന ആ മുറിക്കകത്ത് എൻ്റെ ദൈവം മന്ന പൊഴിക്കുക. ദൂതന്മാരുടെ ഭക്ഷണം. ആമേൻ.
ഓ സ്തോത്രം, താങ്ക് ഗോഡ്. ആമേൻ. എനിക്കറിയത്തില്ല, ആ കെട്ട് പൊട്ടുവാണേ. പ്രിയ ദൈവജനമേ, നിങ്ങൾ ഇതുവരെ കേട്ടിട്ട് മാത്രമുള്ളത് അല്ലെങ്കിൽ അതിലപ്പുറമായത് നിങ്ങൾ അനുഭവിക്കും. ആ കെട്ട് പൊട്ടിയവനാ പറയുന്നേ. കെട്ടി കിടക്കുന്നവൻ പറയുന്നത് കേൾക്കരുതേ. ഇതിനകത്ത് പറഞ്ഞിട്ടുള്ള, വിശുദ്ധ വേദപുസ്തകത്തിനകത്ത് പറഞ്ഞിട്ടുള്ള ഓരോ അത്ഭുതങ്ങളും ഓരോ അടയാളങ്ങളും അത് ഭക്തൻ അനുഭവിക്കും, അത് വിശ്വാസി അനുഭവിക്കും. സ്തോത്രം. കെട്ടുപൊട്ടിയാൽ ദൈവശക്തിയുടെ പ്രദർശനമാണ്. അത് അനുഭവിക്കുവാൻ തക്കവണ്ണം ദൈവം നിങ്ങളെ ഒരുക്കട്ടെ. നിങ്ങൾ ബൈബിൾ വായിക്കുക, ഒരുത്തൻ്റെ വാക്കും കേൾക്കരുത്. എൻ്റെ പോലും നിങ്ങൾ ബൈബിൾ വായിക്കുക, നിങ്ങൾ ബൈബിളിൽ വിശ്വസിക്കുക. നമ്മുടെ ദൈവം സർവശക്തനാണ്, അവന് കഴിയാത്തൊരു കാര്യവുമില്ല എന്ന് പറഞ്ഞാൽ എല്ലാം അവന് സാധ്യം. അപ്പോൾ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് കരുതുന്നു. അനുഗ്രഹമായെങ്കിൽ എന്ത് ചെയ്യും? ഈ മെസ്സേജ് നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരിലേക്ക് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളൊരു പ്രാർത്ഥനാ വിഷയമായി ഭാരപ്പെട്ടായിരിക്കുന്നുവെങ്കിൽ ധൈര്യമായി പ്രൈസർ ഫാമിലിയിലേക്ക് കോൺടാക്ട് ചെയ്യുക. എൻ്റെ ദൈവത്തിന് സകലവും സാധ്യം. ആ ദൈവത്തെ ഞാൻ അല്പം പോലും മറച്ചു വയ്ക്കാതെ നിങ്ങളെ പരിചയപ്പെടുത്തും. നിങ്ങൾ ആ ദൈവത്തിൽ വിശ്വസിക്കുമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്ന ദൈവം അത്ഭുതങ്ങളെ പ്രവർത്തിക്കും. അവനൊന്നും അസാധ്യമല്ല. എന്താ കണ്ണടച്ചോ? വിശ്വാസ കർത്താവിൻ നല്ല ദൈവമേ, അനുഗ്രഹീതമായ നല്ല പകൽക്കാലം അങ്ങയുടെ മാറ്റമില്ലാത്ത വചനത്തിനൊപ്പമായിരിക്കുവാൻ അടിയനങ്ങ് ഒരുക്കിയ കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവേ, അവിശ്വാസികൾ പെരുകുന്ന വിശ്വാസഗോളത്തിൽ വിശ്വാസികളായിരിക്കുവാൻ തക്കവണ്ണം ഇന്ന് പകലിലും ഇവർക്ക് അവസരം നൽകിയ കൃപയ്ക്കായി ആ കെട്ടുകൾ ഇപ്പോൾ പൊട്ടട്ടെ കർത്താവേ. ഇവരെ അവിശ്വാസത്തിൽ തളച്ചിട്ട ഇത് ചെയ്യുവാൻ ദൈവത്തിന് കഴിയുമോ എന്ന് ചോദ്യചിഹ്നം അവരുടെ ഉള്ളിൽ കടത്തിയ പിശാച് ഒരുക്കിയ കെട്ട് ഇപ്പോൾ പൊട്ടട്ടെ. സർവശക്തനായ ദൈവത്തിന്റെ ശക്തിയുടെ പ്രദർശനം എന്നെ കേൾക്കുന്ന രോഗികളുടെ മേൽ വെളിപ്പെടട്ടെ. ഇപ്പോൾ ഇവർ സൗഖ്യമാകട്ടെ. യെസ്, ആമേൻ. താങ്ക് യു ലോർഡ്. സൗഖ്യമാക്കുന്ന കൃപയ്ക്കായി, ചില രോഗങ്ങൾ വിട്ടുമാറിയ കൃപയ്ക്കായി, തീങ്കൽ മെഴുകുരുകി മാറുന്നത് പോലെ ഓ സ്തോത്രം, ചില ട്യൂമറുകൾ സ്തോത്രം, ചില വളർച്ചകൾ, ചില ടെസ്റ്റുകൾ യേശുവിൻ നാമത്തിൽ ഉരുക്കി പോകുന്ന കൃപയ്ക്കായി താങ്ക് യു ലോർഡ്. ഓ സ്തോത്രം, സൗഖ്യം. ആമേൻ. തലമുറകളെ കുറിച്ച് ഓർത്ത് ഭാരപ്പെടുന്ന മാതാപിതാക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ്. പിടിക്കപ്പെട്ട സ്ഥാനത്ത് നിന്ന് അവർ തിരികെ വരട്ടെ. തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. നല്ല വിദ്യാഭ്യാസം കഴിഞ്ഞു, ജോലിയില്ലാതെ ഭാരപ്പെടുന്ന മക്കൾക്ക് ജോലി ഉണ്ടാകട്ടെ, റിസൾട്ടുകൾ ഉണ്ടാകട്ടെ. പഠിക്കുവാൻ കഴിവില്ലാത്തവരെന്ന് പറഞ്ഞ് അപമാനവും നിന്നയും സഹിച്ചായിരിക്കുന്ന കുഞ്ഞുങ്ങൾ, അവിടെ ബുദ്ധിമണ്ഡലങ്ങൾ തുറക്കപ്പെടട്ടെ. അവരെ പഠിപ്പിക്കുന്നവരെക്കാൾ ജ്ഞാനമുള്ളവരായി അവർ മാറട്ടെ. ഓ സ്തോത്രം. ശലോമോന് മേൽ പകരപ്പെട്ട ജ്ഞാനം ശുഭിനാമത്തിൽ അവരുടെ മേൽ പകരപ്പെടുന്ന കൃപയ്ക്കായി ഉപരിപഠന സാഹചര്യങ്ങൾ ഒരുക്കപ്പെടട്ടെ. അവിടെ വിദ്യാഭ്യാസത്തിന് വേണ്ട നന്മകൾ മാതാപിതാക്കൾക്ക് ഉണ്ടാകട്ടെ. നല്ല കൂട്ടുകെട്ടുകൾ അവർക്കുണ്ടാകട്ടെ. മദ്യപാന വ്യഭിചാര വെറുക്കൂത്തുകൾ കുടുംബങ്ങൾക്കകത്ത് നിന്ന് വിട്ടുമാറട്ടെ. കുടുംബജീവിതങ്ങൾ അനുഗ്രഹമായി മാറട്ടെ. ഓ സ്തോത്രം. കോടതികളിൽ നിന്ന് ഭവനങ്ങളിലേക്ക് ഭാര്യയും ഭർത്താവും സന്തോഷത്തോടെ മടങ്ങി വരട്ടെ. സകല അകൽച്ചകളും മാറട്ടെ. കലക്കവും കലഹവും മാറട്ടെ. തമ്മിലടിപ്പിക്കുന്ന വെല്ലുവിളികൾ കുടുംബങ്ങൾക്കകത്ത് നിന്ന് വിട്ടുപോകട്ടെ. ദൈവത്തിൻ്റെ ശക്തി പ്രദർശനം കുടുംബങ്ങൾക്കകത്ത് വെളിപ്പെടട്ടെ. തൊഴിൽ മേഖലയിൽ ദൈവശക്തി വെളിപ്പെടട്ടെ. പുതിയതും വലിയതും തൊഴിലിടങ്ങളിൽ സംഭവിക്കട്ടെ. ഓ സ്തോത്രം. ദൈവത്തിൻ്റെ ശക്തിയാൽ, ഞങ്ങളുടെ ബുദ്ധിയല്ല, ഞങ്ങളുടെ വാക്കുകളല്ല, ദൈവത്തിൻ്റെ ശക്തിയാൽ ചിലത് സംഭവിക്കട്ടെ യേശുവിൻ നാമത്തിൽ. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി എല്ലാ ദാരിദ്ര്യവും മാറട്ടെ, എല്ലാ ഇല്ലായ്മകളും മാറട്ടെ, കടഭാരങ്ങൾ മാറട്ടെ, കൊടുത്തു തീർക്കുവാൻ തക്കവണ്ണം വഴികൾ തുറക്കപ്പെടട്ടെ. സ്വന്തം ഭവനങ്ങൾ വാങ്ങട്ടെ. വിറ്റ് കളയുന്നവരായില്ല, വാങ്ങുന്നവരായി ഇവർ മാറട്ടെ. സ്തോത്രം. വസ്തുക്കൾ വാങ്ങട്ടെ, വാഹനങ്ങൾ വാങ്ങട്ടെ. ആമേൻ. വിദേശത്തും സ്വദേശത്തും പല നിലകളിൽ ഭാരപ്പെട്ടായിരിക്കുന്നവർ സകല വെല്ലുവിളികളും അഴിഞ്ഞു മാറട്ടെ. ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ. ഓ പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ ജനത്തെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽ മുഴുവൻ അങ്ങ് ഇവരോട് കൂടിരുന്നു വലിയ സാക്ഷ്യങ്ങളായി ഇവരുടെ ജീവിതത്തെ അങ്ങ് മാറ്റുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ. അപ്പോൾ അടുത്ത ആഴ്ച ഇതേ സമയം ദൈവം അനുവദിച്ചാൽ നാം ഇപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ട് അനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ ഇത് നിങ്ങളുടെ വിടുതലിന്റെ നേരമെന്ന പ്രതിവാര വചന സന്ദേശത്തോടൊപ്പം നാം ഒരുമിച്ച് തന്നെ ആയിരിക്കും. അതുവരേക്കും പ്രിയരെ, ഹാവ് എ നൈസ് ഡേ. പ്രൈസർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും
ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രേഷ്യർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള MS പ്ലാസയിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.